ഹർഷിനെ ഓർക്കുന്നുണ്ടാകും പ്രേക്ഷകർ. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന അനുഭവിച്ച വിഷമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. 9 ശസ്ത്രക്രിയകളാണ് ഹർഷിനയുടെ ശരീരത്തിൽ നടത്തിയത്. ഇനിയും ചികിത്സ വേണം. പക്ഷേ തുടർ ചികിത്സയ്ക്ക് പണമില്ലാത്ത അവസ്ഥയാണ്. ഇതുവരെ നഷ്ടപരിഹാരം നൽകാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. എന്നാൽ ഹർഷിനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി രംഗത്ത് വന്നു. ഹർഷിന് നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതം എന്നായിരുന്നു വിമർശനം. അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞിട്ടും സമരത്തിന് പോയി എന്ന് ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം പി സതീദേവിയുടേത് മനുഷ്യത്വമില്ലാത്ത പ്രതികരണം എന്നാണ് ഹർഷിന 24നോട് പ്രതികരിച്ചത്. പ്രസവ ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പന്തീരങ്കാവ് സ്വദേശിയായ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. പിന്നെ കേരളം കണ്ടത് കുറ്റക്കാരായ ഡോക്ടേഴ്സിനും നഴ്സസിനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹർഷിന നടത്തിയ സമര പരമ്പരകൾ. നീതി തേടിയുള്ള ഈ സമരം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കുറ്റപ്പെടുത്തൽ. ഞാൻ ആ സ്ത്രീയെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം തീർച്ചയായിട്ടും നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഹർജി കൊടുക്കണം. അവർ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവർക്ക് സൗജന്യ നിയമസഹായമടക്കം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ സമരമൊക്കെ നടത്തിയിട്ടുള്ളത്. ഇന്ന് അവർക്ക് ഏറെ വൈകിയ ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ ഹർജി കൊടുത്തു എന്ന് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമാണെങ്കിൽ വനിതാ കമ്മീഷന്റെ ഇടപെടലിന്റെ ഭാഗമായി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായി ഞങ്ങൾ സൗജന്യമായിട്ടുള്ള നിയമസഹായം ലഭ്യമാക്കി കൊടുക്കാൻ വനിതാ കമ്മീഷൻ ഇടപെടും. കോഴിക്കോട് വച്ചാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ ഈ വിമർശനം. വനിതകൾക്ക് താങ്ങാകേണ്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്ന് ഹർഷിനയുടെ ചോദ്യം. അർഹതപ്പെട്ട നീതി ലഭിക്കാത്തതുകൊണ്ടാണ് താൻ തെരുവിലിറങ്ങിയത് എന്നും ഹർഷിന. നമുക്ക് അർഹതപ്പെട്ട നീതി ഇതുവരെ ലഭിക്കാതെ അതിനുവേണ്ടി തെരുവിൽ വരെ ഇറങ്ങേണ്ടി വന്നിട്ട് പോലും ഇതുവരെ നമുക്ക് അനുകൂലമായിട്ട് ഒരു കാര്യത്തിലും ഒരു സഹായവും ഇല്ലാതെ ചെയ്യാൻ കഴിയാതെ നിന്ന ഒരവസരത്തിലാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതാണ് സമരം. അപ്പോൾ ഇത്രയും മനുഷ്യത്വമില്ലാത്ത രൂപത്തിൽ സംസാരിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു വനിത എന്ന നിലക്ക് നമ്മളെ സംരക്ഷിക്കേണ്ട വനിതാ കമ്മീഷൻ തന്നെ നമുക്ക് എതിരെ വന്നിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇവരിവിടെ എവിടെയാണ് രാഷ്ട്രീയം കണ്ടത്? നമ്മൾ അത്രയും 6-7 മാസത്തോളം ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞിട്ട് ആരോഗ്യമന്ത്രി അടക്കം എല്ലാവർക്കും പരാതി കൊടുത്തു. അതിന് വിവിധങ്ങളായ അന്വേഷണങ്ങൾ നടന്നു. വ്യക്തമായ തെളിവുകളോടുകൂടി പോലീസ് കുറ്റപത്രം വരെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നീതിയും ഹർഷിനക്ക് ഉറപ്പാക്കുന്ന ഒരു നീതിയും ഇതുവരെ ഉറപ്പായിട്ടില്ല. എന്നിട്ട് വീണ്ടും ഹർഷിനെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് സമരം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന അല്ല അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാകാന്നുള്ളത് മാത്രമാണ്. ആവശ്യമായ നിയമസഹായം ലഭ്യമാക്കുമെന്ന പി സതീദേവിയുടെ ഉറപ്പിന് ഹർഷിനയുടെ മറുപടി ഇങ്ങനെ. ഇപ്പോൾ 2.5 വർഷമായി നമ്മൾ നിയമസഹായം എന്ന് പറയാൻ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളമായി. അന്ന് മുതൽ നമ്മൾ കോടതിയായിട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോവുകയാണ്. അപ്പോൾ ഈ കുന്നമംഗലം കോടതിയിൽ വിചാരണ നടക്കേണ്ട ഒരു സമയത്ത് അവർ ഡോക്ടേഴ്സ് നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് ഹൈക്കോർട്ടിൽ അവർ ഹർജി കൊടുത്ത് നമ്മൾ പോലും അറിയാതെ സ്റ്റേ ആയത്. നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടിയിരുന്ന ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ അവിടെ മൗനം പാലിച്ചു തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽ ഇത്രയും വ്യക്തമായ തെളിവുകളുള്ള കേസിൽ ഒരിക്കലും ഒരു സ്റ്റേ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തൊരു നിയമസഹായം എവിടെ അവർ തരുന്നത്? നമ്മൾ വരെ വീട്ടിൽ പോയിരിക്കേണ്ടിയിരുന്നു നമുക്ക് നിയമസഹായം വേണമെന്ന് പറഞ്ഞിട്ട്. കൂടുതൽ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഹർഷിനയുടെ തീരുമാനം. വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയെന്ന് വ്യക്തമാക്കി 2023 മാർച്ച് 29 കുന്നമംഗലം കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഡോക്ടേഴ്സും നഴ്സസും ഉൾപ്പെടെ 4 പേരാണ് പ്രതികൾ. 100 ദിവസത്തോളമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ വെയിലും മഴയുമേറ്റ് ഹർഷിന സമരം ചെയ്തത്. നീതി തേടിയുള്ള ഹർഷിനയുടെ ഈ സമരത്തെ റദ്ദു ചെയ്യുകയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ. വനിതകൾക്ക് താങ്ങാകേണ്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്നാണ് ഹർഷിനയുടെ ചോദ്യം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.